കൊട്ടിഘോഷിച്ച കെ4 പദ്ധതി സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യതയാകുന്നു. കിഫ്ബിക്ക് തിരിച്ചടയ്ക്കേണ്ട 1059 കോടി രൂപയുടെ വായ്പ ഗഡുക്കളായി തിരിച്ചടക്കുന്നതിന് പ്രതിസന്ധിയിൽ. സർക്കാർ ഓഫീസുകൾ പോലും കെ4 ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല. കെ4 കണക്ഷൻ എടുത്ത 20,000 സർക്കാർ ഓഫീസുകളിൽ 13,000 സർക്കാർ ഓഫീസുകളിൽ മാത്രമാണ് ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്നത്. 30,000 ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ4ന് ആകെ നൽകാനായിട്ടുള്ളത്. ഇതിൽ സർക്കാർ ഓഫീസുകൾക്ക് പുറമെയുള്ളത് 5,000 BPL കണക്ഷനുകളും 5,000 വാണിജ്യ കണക്ഷനുകളുമാണ്. ഒക്ടോബർ മുതൽ പ്രതിവർഷം 100 കോടി രൂപയാണ് കിഫ്ബിക്ക് വായ്പാ ഇനത്തിൽ തിരിച്ചടയ്ക്കാനുള്ളത്. 1.5 ലക്ഷം കണക്ഷനെങ്കിലും ഉണ്ടെങ്കിലാണ് 100 കോടി രൂപയുടെ തിരിച്ചടവ് സാധ്യമാവുകയുള്ളൂ. വായ്പാ തുക കിഫ്ബിക്ക് തിരിച്ചുപിടിക്കാവുന്ന വിധം സംയുക്ത അക്കൗണ്ട് തുറന്നിരുന്നു. സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനായിരുന്നു കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് കെ4 ആരംഭിച്ചത്. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെയും KSEBയുടെയും സംയുക്ത സംരംഭമായാണ് പദ്ധതി തുടങ്ങിയത്. തിരിച്ചടവ് 2025 ഏപ്രിൽ മുതലായി നീട്ടണമെന്ന കെ4ന്റെ അപേക്ഷ അംഗീകരിക്കപ്പെട്ടാലും താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഉണ്ടാവുക. കെ4ൽ നൽകേണ്ട സർക്കാർ വീതമായ 500 കോടിയിലും 128 കോടി മാത്രമാണ് നൽകിയത്. കെ4 പദ്ധതിയിൽ പാതി വഴിയിൽ കരാർ കമ്പനികൾ പിന്മാറിയതും സർക്കാരിനെ വെട്ടിലാക്കി. BPL കണക്ഷനുകൾ എടുക്കാൻ കരാറെടുത്തിരുന്ന കമ്പനിയായിരുന്നു തദ്ദേശ വകുപ്പ് വഴിയുള്ള ഗുണഭോക്തൃ വീത പട്ടിക കൃത്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പിന്മാറിയത്. ഇതോടെ കെ4 പദ്ധതി പൂർണ്ണമായും താളപ്പിഴയിലായി. ജനം, കൊച്ചി.